അങ്ങനെ ഡീമൺ സ്ലേയറിൻ്റെ സീസൺ 4 അതായത് ഹാഷ്ല ട്രെയിനിങ് ആർക്ക് ഇന്നലെയാണ് ലാസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്തത്. സോ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു കിഡിലൻ സീസൺ തന്നെയായിരുന്നു. പീക്ക് ലെവലിലാണ് കൊണ്ടുപോയി നിർത്തിയത്. സത്യം പറഞ്ഞാൽ ഇനി സംഭവം വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷ തന്നെയാണ്. കാരണം അങ്ങനത്തെ ലെവലിലാണ് ഇവർ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ മാംഗയും കാര്യങ്ങളും വായിച്ചു തന്നെയാണ്. ബട്ട് ഇതിൻ്റെ ആനിമേഷനും കാര്യങ്ങളും ഫൈറ്റ് സീക്വൻസും കാണാൻ വേണ്ടി മാത്രം ഈ ഒരു ആനിമ ഞാൻ കാണും. അത്രയും ഗംഭീര സ്റ്റോറിയും ഗംഭീര ഫൈറ്റ് സീക്വൻസ് ഉള്ളൊരു ആനിമ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആനിമയാണ്. അറ്റാക്ക് ഓൺ ടൈറ്റനും കുറേ ആനിമേസ് എല്ലാം ഉണ്ടെങ്കിലും ഈ ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ആനിമ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ആനിമയാണ്. അത് അതിൻ്റെ ആനിമേഷൻ്റെ ലെവലായിക്കോട്ടെ, ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും എല്ലാ ലെവലും കൊണ്ട് എൻ്റെ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ എനിക്ക് ഭയങ്കര മികച്ചൊരു സീസണായിട്ട് തന്നെ തോന്നി. സോ പലർക്കും ഈ സീസൺ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഹാഷ്ല ട്രെയിനിങ് ആർക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ആർക്ക് ഒരു ഹാഷ്രാസിനെ വെച്ചിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ്. നമ്മൾ ഡീമൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാഷ്രാസ് അവരെ ഒരു ട്രെയിനിങ് കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ഇല്ല. സോ ഫുള്ളി അധികം ഇവരൊരു ജോയ്ഫുൾ അല്ലെങ്കിൽ ഒരു കോമഡി രീതിയിലായിരുന്നു ഇവർ ആദ്യം കൊണ്ടുപോയത്. ബട്ട് അതിൻ്റെ ഇടയ്ക്കും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്താണ് കുറച്ച് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ സീസൺ ബാക്കി എല്ലാ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോ ആയിട്ട് തന്നെ ആയിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്കങ്ങനെയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ തന്നെ ഇവർ പീക്ക് ലെവലിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അതായത് ഒരു വാക്കുണ്ട് മുസാൻ്റെ എപ്പിസോഡ് 7 ഒരു വരുത്തുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ വൈറലായ കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം കണ്ടവർക്ക് മനസ്സിലാവും എഡ്ജാദ് ലെവൽ ആനിമേഷനാണ്. പീക്ക് സാധനം. അത് പ്രൊട്ടോഗണിസ്റ്റിൻ്റെ വാക്ക് എന്ന് പറയുമ്പോൾ അത്രയും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഈ ഫൈനൽ എപ്പിസോഡ്സിലും ആ തുടക്കം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ആ ഒരു എഡിറ്റും കാര്യങ്ങളും ചെയ്തു വെച്ച പോലെ. പിന്നെ ആനിമേഷൻ ഈ ഒരു എപ്പിസോഡിൽ ശരിക്കും നിങ്ങൾക്ക് പീക്ക് ലെവലിൽ കാണാം. ഒരു പൊട്ടിത്തെറിക്കുന്ന സീക്വൻസ് ഉണ്ട്, ഒരു എക്സ്പ്ലോഷൻ. അത് കാണണം നിങ്ങൾ. അതൊക്കെ ഒരു പെട്ടെന്ന് സിനിമയിലേക്ക് തന്നെ മാറിയോ നമ്മൾ വിചാരിച്ചു ഈ ഒരു ആനിമേഷൻ കാര്യങ്ങളും. അത്ര ഗംഭീര ആനിമേഷനാണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ മാങ്ക ഫുൾ റീഡ് ചെയ്യുന്ന നിലക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പൊടി പൂരായിരിക്കും ഉറപ്പാണ്. കാരണം വെച്ചാൽ അമ്മാരി കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നത്. ഇനി 3 പാർട്ട് മൂവി ആയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി ലാസ്റ്റ് ആർക്കിലേക്കാണ് ഇവർ പോകുന്നത്. ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കും പിന്നെ സൺറൈസ് ആർക്കും എന്ന് പറഞ്ഞൊരു ആർക്കും കൂടി ഉണ്ട്. സോ അതോടുകൂടി സാധനം അവസാനിക്കുകയാണ്. ബട്ട് ഇനി നിങ്ങൾക്ക് ഈ സീസൺ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിൽ നിങ്ങൾ പിടിച്ചോ. അടുത്തതിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. പൊട്ടിപ്പൂരാണ്. കുറേ സാധനങ്ങൾ നടക്കാണ്ട്, കുറേ സംഭവങ്ങൾ സംഭവിക്കാണ്ട്. സോ അടുത്തതിനായിട്ട് കട്ട വെയിറ്റിങ്. അത്രയ്ക്ക് പീക്ക് ലെവലിലാണ് ഇവർ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ക്ലിഫ് ഹാങ്കർ മൂവ്മെൻറ്റ് വാസ് സോ വണ്ടർഫുൾ. പീക്ക് ലെവൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അടുത്തൊരു മികച്ച ഡീമൺ സ്ലേയർ സീസൺ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഒരു കോമഡിയും കാര്യങ്ങളും ജോയ്ഫുൾ അതിനെ കൊണ്ടല്ലേ. ഞാൻ കുറേ ചിരിച്ച സീക്വൻസ് എല്ലാം ഉണ്ട്. എനിക്ക് നല്ല ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ട് അതിൻ്റെ കോമഡിയും കാര്യങ്ങളെല്ലാം. പേഴ്സണലി ഈ ഒരു കോമഡീസും കാര്യങ്ങളെല്ലാം കൂടുതൽ കണക്ട് ആക്കിയ ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞ ഈ ആനിമ തന്നെയാണ്. സോ അതിൻ്റെ അകത്ത് എപ്പിസോഡ് 5 ഞാൻ കൂടുതൽ ചിരിച്ചത്. അത് മാങ്ക വായിക്കുമ്പോൾ സാധനം എനിക്ക് ഭയങ്കര ചിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം തന്നെ ഈ ഒരു ആനിമേഷനിൽ കാണുമ്പോൾ ഒരു അവസ്ഥ ഞാൻ അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ ആ ഒരു സീക്വൻസ് ഉണ്ട്, ചെറിയൊരു സീക്വൻസ് ഗ്യോമേൻ്റെ ആ ഒരു സീക്വൻസ് കണ്ടപ്പോൾ അത് ചിരിച്ചു പോയി. അത് ഞാൻ പറയുന്നില്ല. സോ കുറേ കാര്യങ്ങളില്ലാത്ത നടന്നിട്ടുണ്ട്. മുസാൻ്റെ എൻട്രി അതൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് വാക്ക് ഇൻ ആനിമേ ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാം. അമ്മാരുടെ സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഒരു 7th എപ്പിസോഡിൽ. സോ 8th എപ്പിസോഡ് പീക്ക് ലെവലിൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ ആകാംക്ഷയോടെ നിൽക്കാനും ഇവരെങ്ങനെ ഇത് കൊണ്ടുപോയി നിർത്തും എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കാനും അവർ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഇവർ നിർത്തിയിട്ടുണ്ട്. അവർ മാങ്ക റീഡ് ചെയ്തപ്പോൾ കിട്ടിയ സാധനം തന്നെ അതിനെക്കാട്ടും അപ്പുറം എനിക്ക് ഇതിനകത്ത് കിട്ടി. പിന്നെ ആനിമേഷൻ ലെവലിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു ഓരോ സീസണും കഴിയുമ്പോൾ ആനിമേഷൻ കൂടി വരും. എക്സ്പ്ലോഷൻ സീനെപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ഒരു സീൻ നിങ്ങൾ കണ്ടു നോക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിച്ചതാണ്. സോ എല്ലാ ഹാഷറും കൂടി യുണൈറ്റ് ആയിട്ടുള്ളൊരു അത് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആയിപ്പോൾ. ഇനി മൊത്തം നടക്കാൻ പോകുന്നത് യുദ്ധം കണ്ടറിയണം എന്താ സംഭവിക്കുന്നത്. സോ 3 പാർട്ട് മൂവി മേ ബി തിയേറ്ററിലും കാര്യങ്ങളെല്ലാം ഇറങ്ങുക. നമ്മുടെ നാട്ടിൽ ഇറങ്ങുമെന്ന് ആർക്കറിയാം. അതെല്ലാം തിയേറ്ററിൽ കാണേണ്ട സ്റ്റഫും കാര്യങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത്. സോ ടാൻജിറോ, നസൂക്കോ, ഇനോസുക്കെ, സെനിറ്റ്സു പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. സ്പോയിലർ ആക്കുന്നില്ല, എല്ലാം കണ്ട് തന്നെ അറിയാം. സോ ആനിമേഷനും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് ഈ ആനിമേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആനിമേഷൻ എന്ന് പറയുമ്പോൾ. എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്നത് ഈ ഡീമൺ സ്ലേയർ എന്ന ആനിമയാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ആർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. സോ തുടക്കം അവസാനം ചിലവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. തുടക്കവും നല്ല ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും കൂടിയാണ് തുടങ്ങുന്നത്. അവർ ഹാഷിരാസിനെ കൂടുതൽ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളവർ. ആ ഹാഷിരാസിനെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ സീസണിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും അവരൊരു ബാക്ക് സ്റ്റോറീസും അവരെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ബട്ട് ഇതിൻ്റെ അകത്താണ് ഇവർ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീസൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാം. സോ ഒരു അടുത്ത വരവിനായി കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് അത്രേ പറയാമോ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് തന്നെയാണ് ഇവർ സീസൺ കണ്ടതിനപ്പം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.